ലാംഗ്വേജ് ട്രെയിനർ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നീക്സ് യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിൽ ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയ സ്ട്രാറ്റജി ഏതായിരിക്കും? എൻ്റെ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെൻറ്റ് ജേർണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. അതാണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മളൊരു കാര്യം പറയണമെങ്കിൽ, ഇംഗ്ലീഷിൽ ഒരു കാര്യം സംസാരിക്കണമെങ്കിൽ ആദ്യം ഇത് മലയാളത്തിൽ ചിന്തിക്കും, എന്നിട്ട് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ തെറ്റുകൾ വരുന്നത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ അത് ആലോചിക്കണം, എന്നിട്ട് ആ സെൻറ്റൻസ് നമ്മുടെ മൈൻഡിൽ ഫ്രെയിം ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ആ ഒരു കാര്യം ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ, കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. ഇത് ട്രൈ ചെയ്ത് എനിക്ക് പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്താൽ എല്ലാവർക്കും സംസാരിക്കാം അല്ലേ ഇംഗ്ലീഷ്? ഉറപ്പായിട്ടും ഞാൻ ട്രെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും ഞാനത് സജസ്റ്റ് ചെയ്യാറുണ്ട്. അവർക്കൊക്കെ ഇത് 100% വർക്ക് ആവാറുമുണ്ട്. അപ്പോൾ ഇത് എവിഡൻ്റ് ആയിട്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. ആൻഡ് പേഴ്സണലി ഞാൻ തന്നെ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയിട്ടാണ്. ഇംഗ്ലീഷ് പഠിക്കാനുള്ള ശരിയായ തീരുമാനം സ്പീക്ക് ഈസി ഇംഗ്ലീഷ് അക്കാദമി. സ്പോക്കൺ ഇംഗ്ലീഷ്, IELTS ആൻഡ് OET.